അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലി ഇബ്നതു അമ്മി കാനത് അഹബ്ബൻ നാസ് ഇലയ്യ. അല്ലാഹുവേ, എനിക്ക് ഇളയപ്പയുടെ ഒരു മകളുണ്ടായിരുന്നു. അവളുമായി എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. അവളോട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഇളയപ്പയുടെ മകളോട്. ഞാൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചു. എന്നാൽ അവൾ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. പിന്നീടൊരിക്കൽ തിടുക്കം ബാധിച്ചപ്പോൾ അവളെന്നെ സമീപിച്ചു. ഞാൻ അവൾക്ക് 120 ദീനാർ നൽകി, വേഴ്ചയ്ക്ക് വഴങ്ങിത്തരാമെന്ന വ്യവസ്ഥയിൽ. അങ്ങനെ അവൾ അതിന് സൗകര്യമുണ്ടാക്കി തരികയും ഞാൻ അതിനൊരുങ്ങുകയും ചെയ്തു. കാലത്ത് ആ സന്ദർഭത്തിൽ അവൾ പറഞ്ഞു, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വലാ തഫുല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, അനർഹമായി എൻ്റെ ചാരിത്രം നശിപ്പിക്കരുത്. ഉടനെ ഞാൻ പിന്തിരിഞ്ഞു, അള്ളാഹുവിനോർത്ത് പിന്തിരിഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പടച്ചവൻ എനിക്ക് ഓർമ്മ വന്നു. വഹിയ അഹബ്ബുന്നാസി ഇലയ്യ, അവൾ ജനങ്ങളിൽ വെച്ച് എന്നെക്കൊള്ള ഏറ്റവും ഇഷ്ടമുള്ളവളാണ്. ഞാൻ അവൾക്ക് നൽകിയിരുന്ന സ്വർണം തിരികെ വാങ്ങിയതുമില്ല. അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ബിത്തിഗാഅ വജ്ഹിക, അല്ലാഹുവേ, നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീഹി, അല്ലാഹുവേ, ഞാനിത് ചെയ്ത് നിന്റെ പ്രീതിയെ മാത്രം മോഹിച്ചാണെങ്കിൽ ഞങ്ങൾക്കകപ്പെട്ടിരിക്കുന്ന വിഷമത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ. ഉടനെ ആ പാറ ഒന്നുകൂടി നീങ്ങി. എന്നിട്ടും അവർക്ക് പുറത്ത് കടക്കാനായില്ല. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ആത്മാർത്ഥമായി ചെയ്ത അമൽ കൊണ്ട് അവർ അകപ്പെട്ട പാറയിൽ നിന്ന് ഒരൽപ്പം നീങ്ങി. ഇതാ ഇഖ്ലാസ്, ആത്മാർത്ഥമായി മാത്രവുമല്ല, എല്ലാ സാഹചര്യങ്ങളും ഒത്തുകിട്ടിയിട്ടും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പടച്ചവന് ഓർമ്മ വന്നു. ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെയാൾ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.